ആത്മാവിന് വേണ്ടി ദാഹിച്ചോണം കേട്ടോ. ഇരുന്നങ്ങോട്ട് പ്രാർത്ഥിച്ചോ, പിടിച്ചോ, കിട്ടും. മനസ്സിലായോ? അസാധാരണമായ, ഞാൻ പറയാണ്, മൊത്തത്തിൽ ജീവിതം മാറും. എവിടെ പോയാലും ഒരു തീ ഉണ്ടാവും. എവിടെ കാലുകുത്തിയാലും, ആത്മാവുള്ളവൻ എവിടെ കാലുകുത്തിയാലും ഏതിരുമ്പ് വാതിലും തുറക്കപ്പെടും. ഏതഴിയാത്ത പൂട്ടും അഴിയും, തുറക്കും. ആത്മാവുള്ളവൻ കാലുകുത്തുന്നിടത്ത് വ്യത്യാസം വരും. അപ്പോൾ അതിൻ്റെ അനുഗ്രഹം വരും. ജോസഫിനെ പോലാവും. അവൻ കാലുകുത്തിയപ്പോൾ മുതൽ പോത്തിഫറിനെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി. മറ്റേ പോത്തിഫർ എന്ന് പറഞ്ഞാൽ ആരാന്ന് പോലും, ഇതേത് പോത്താന്നാണ് ആളുകൾ വിചാരിച്ചിരുന്നത്. ഇന്ന് പോത്തിഫർ എന്ന് പറഞ്ഞാൽ നിനക്കറിയാം, അറിയില്ലേ? ആന്റണിക്കറിയാം, ഷിബുവിനറിയാം, പിന്നെ അന്തപ്പനറിയാം, ചാക്കോയ്ക്കറിയാം, പൊന്നമ്മയ്ക്കറിയാം, അച്ചാമ്മയ്ക്കറിയാം, അല്ലേ? പോത്തിഫർ എന്ന് പറഞ്ഞാൽ ആരാന്ന് അറിയത്തില്ലേ? അറിയത്തില്ലേ? അറിയാം. പോത്തിഫറിന് അഡ്രസ് ഉണ്ടായത് ആര് മൂലമാണ്? ഈ അടിമച്ചെറുക്കൻ വീട്ടിൽ കയറി ചെന്നുകൊണ്ട് അവനെ 10 പേര് അറിഞ്ഞ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ അവൻ ആകെ ഉണ്ടായിരുന്ന അറിയപ്പെടാനുള്ള ഏക സാധ്യത അവൻ്റെ പെമ്പറനൂത്തി അല്പം പിഴയായിരുന്നു. അവര് മൂലം കുറച്ച് അഡ്രസ് ഉണ്ടായേനെ. അത് മനസ്സിലായി. ജോസഫിനെ ചാക്കിട്ട് പിടിക്കാൻ നോക്കിയ ഒരു ചേച്ചി ഉണ്ടല്ലോ, അത് മാത്രമാണ് ആകെ കൂടി അവനെ നാട്ടുകാർ അറിയാൻ സാധ്യത ഉണ്ടായിരുന്ന ഏക വഴി. ഇന്ന് അതൊന്നും ഇല്ലാതെ എന്ത് സംഭവിച്ചു? പോത്തിഫർ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലുള്ളവനെ അറിയത്തില്ലേ ചേച്ചി? ആഫ്രിക്കയിലുള്ളവന് പോത്തിഫറിനെ അറിയത്തില്ലേ? അയ്യോ, നിങ്ങൾ ആഫ്രിക്കക്കാരുമല്ലോ വന്നോ? ആഫ്രിക്കയിലുള്ളവന് പോത്തിഫറിനെ അറിയത്തില്ലേ? അറിയാം. അമേരിക്കയിലുള്ളവൻ അറിയത്തില്ലേ പോത്തിഫറിനെ? അറിയാം. ഏഷ്യയിലുള്ളവൻ അറിയാവോ? ചൈനയിലുള്ളവൻ അറിയാവോ? അറിയാം. ഇന്ത്യയിലുള്ളവൻ അറിയാം. ഗുജറാത്തിലുള്ളവൻ അറിയാം. ഛത്തീസ്ഗഡിലുള്ളവൻ അറിയാം. പോത്തിഫറിനെ അറിയാം. ഞങ്ങൾ പോന്ന ഛത്തീസ്ഗഡ്, അവിടെയുള്ള പോത്തിഫറിനെ അറിയാം. എങ്ങനെ അറിയാവുന്നേ? പരിയുടെ എടുക്കൊണ്ടാന്നോ? അല്ല, പിന്നെ എടാ, ജോസഫ് കാലുകുത്തിയോണ്ടാണ്. മനസ്സിലായോ? അടൂർ അറിയപ്പെടും. ആരുടെ പേരിൽ? അടൂർ ഗോപാലകൃഷ്ണന്റെ പേരിലല്ല, ആത്മാവുള്ളവന്റെ പേരിൽ. പറഞ്ഞേ ഹല്ലേലൂയ. അടൂർ അറിയപ്പെടും അടൂർ ഭവാനിയുടെ പേരിൽ അല്ല. ആരുടെ പേരിൽ? ആത്മാവ് നിറഞ്ഞവന്റെ പേരിൽ, അല്ലേ? അങ്ങനെ പോണ്ട് ബൈബിളില്. ബഥാനിയ, മാർത്തയുടെയും മറിയത്തിൻ്റെയും ഗ്രാമമായ ബഥാനിയ ഉണ്ടോ? പെണ്ണുങ്ങളുടെ പേരിലാണ് ആ നാട് അറിയപ്പെട്ടത്. എൻ്റെ പേര് വല്ല നാടും അറിയപ്പെടുവോ? പറ. അച്ചാമ്മയുടെ നാടായ അടൂർ എന്ന് പറയണം. അങ്ങനെ പറയണമെങ്കിൽ അവൻ്റെ മേൽ എന്തുണ്ടാവണം? ആത്മാവുണ്ടാവണം.